അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെയോ UAE, കാരണം UAE അറ്റാക്ക് ചെയ്യും. അവിടെയുള്ള മലയാളികൾ ഇന്ത്യക്കാരും കരുതിയിരിക്കും UAE അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അബുദാബിയെയും ദുബായ്, കാരണം 2 സിറ്റികളാണ്, 2 വൈബ്രൻറ്റ് സിറ്റികളാണ്. ഒരു എക്കോണമിക് സിറ്റിയാണ് ദുബായ്. ഏഷ്യയിലെ തന്നെ ഒരു എക്കണോമിക് ഹബ്ബായിട്ട് വളർന്നു വരുന്ന സിറ്റിയാണ്. പിന്നെ ഓയിൽ സിറ്റിയാണ് അബുദാബി. അവരുടെ പവർഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. കാരണം UAE ഭരിക്കുന്ന കുടുംബാംഗങ്ങൾ, രാജകുടുംബാംഗങ്ങളെല്ലാം ജീവിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന UAE ആണ്. മോഡറേറ്റ് ആയിട്ടുള്ള ഇസ്ലാമിക രാജ്യമാണ്. അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന രാജ്യമാണ് ഇറാൻ, പ്രത്യേകിച്ച് സുന്നി രാജ്യമാണ്. മനസ്സിലാക്കുക, അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനിയൻ അവരുടെ മിസൈലുകൾ UAE-യിൽ പതിക്കുവാനും അബുദാബിയിലും ദുബായിലും പതിക്കുവാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. കാരണം ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ആ രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സൗദി പറയുന്നത്? എങ്ങനെയെങ്കിലും അറ്റാക്ക് ഒഴിവാക്കും. അത് പരസ്യമായിട്ടേ പറയുന്നുള്ളൂ, രഹസ്യമായിട്ട് പറയുന്നില്ല. കാരണം സൗദിക്ക് ഒരു കാരണവശാലും ഇറാനെ പോലെയുള്ളൊരു രാജ്യം, ഹൂത്തികളെ കൊണ്ടും മറ്റുള്ള പ്രോക്സികളെയും കൊണ്ടും പൊറുതിമുട്ടിയ രാജ്യമാണ് സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ. അപ്പോൾ ഇറാനിയൻ റെജീം പോകണമെന്ന് താല്പര്യമുള്ള രാജ്യമാണ് ഈ സൗദി ആണെങ്കിൽ UAE. ഉറപ്പായിട്ടും അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സാണ്. പൂർണ്ണമായിട്ടും അമേരിക്ക ഈ കാര്യത്തിൽ അവർ പുറത്ത് പറയുന്നതല്ല, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സൗദി പറയുന്നത് അതാണ് അതിൻ്റെ പ്രധാനം. കാരണം ഇറാനിയൻ മിസൈലുകൾ സൗദിയിൽ വീഴാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി പരസ്യമായിട്ട് പെട്ടെന്നുള്ള അമേരിക്കൻ ആക്രമണത്തെ അതിനെതിരെ നെഗോഷിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഖത്തറിനും ഈ പറയുന്ന പോലെ പ്രത്യേക ഈ ആക്രമണത്തെ പേടിയാണ്. കാരണം ഒരു ചെറിയ രാജ്യമാണ്, ഓയിൽ വിറ്റ്, അതായത് ഗ്യാസ് വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ ആ ഫെസിലിറ്റീസിനെ അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ അറ്റാക്ക് ചെയ്താൽ അവർക്കും അത് പ്രശ്നമാണ്. ഒരു കാര്യം പറയാം, ഈ ഒരു സ്റ്റെപ്പോടുകൂടി, അതായത് അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ മറ്റൊരു ജിയോ പൊളിറ്റിക്സ് വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഉണ്ടാകാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഈ കാര്യം ഏറ്റെടുത്ത് ഇറാനെ തകർക്കുകയാണെങ്കിൽ റെജീം ചേഞ്ച് ചെയ്യും. അതായത് അവിടെ ഭരിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും മാറേണ്ടി വരും. അവരെങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോകും. പിന്നീട് ഉണ്ടാകുന്ന ഭരണം എന്ന് പറയുന്ന റസ പലവി അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്കൻ അനുകൂല നിലപാടുള്ളവരായിരിക്കും പിന്നീട് ഇറാനിൽ വരുന്നത്, താൽക്കാലിക ഗവൺമെൻറ്റായിട്ട് വരുന്നത്.